നമ്മുടെ കേളപ്പേട്ടൻ എത്തി നാടിന്റെ ബഹുമുഖങ്ങളായ പദ്ധതികൾക്ക് അദ്ദേഹം സൗജന്യമായി അദ്ദേഹത്തിന്റെ പ്രദേശത്തെ ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്തുകൊണ്ട് ഒരുപാട് പദ്ധതികൾ. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ പലയിടത്തും പല പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷേ പല പദ്ധതികൾ പ്രഖ്യാപിച്ചാലും അത് നടപ്പിലാക്കണമെന്നില്ല. എനിക്കടുത്ത് നിൽക്കുന്നത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൃഷ്ണേട്ടനാണ്. നല്ല സുന്ദരനാണ്, ഞാൻ എപ്പോഴും പറയാറ് സുന്ദരനാണ്. എന്തായാലും സുന്ദരമായ ഒരു സന്തോഷം തരുന്ന ഒരു ദിവസത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിറകിലൊരു മോട്ടോർ പെര കാണാം. 82 ലക്ഷം രൂപ ചിലവഴിച്ച് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വരുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നടന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ നാട്ടുകാരി കൂടിയാണ്, എൻ്റെ സുഹൃത്ത് കൂടിയാണ്. ഇത് നിങ്ങളുടെ വാർഡാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ല പ്രവൃത്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് പദ്ധതികളാണ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കുറച്ച് വർഷങ്ങളായിട്ട് നടപ്പിലാക്കി വരുന്നത്. ഇതൊരു സൈലൻറ്റ് പ്രവർത്തനമാണ് പൊതുവെ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുക അല്ലേ? നമ്മളെ പ്രവർത്തനം പലപ്പോഴും നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. സാധാരണ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സാധാരണ എല്ലാവരും കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതും മന്ത്രിമാർ വരുന്നതും MLA വന്നൊക്കെ ഉദ്ഘാടനം ചെയ്യും. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സൈലന്റ് പ്രവർത്തനമാണ് പൊതുവെ കണ്ടു വരാറുള്ളത്. എന്തായാലും ഇതൊരു നല്ല പ്രവർത്തനം തന്നെയാണ്. ഈ പദ്ധതിയെക്കുറിച്ച് നമ്മുടെ കൃഷ്ണേട്ടൻ തന്നെ കാര്യങ്ങൾ സംസാരിക്കും. അത് കേൾക്കാം. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഭരണസമിതി അധികാരത്തിലെത്തി 2020 ആദ്യത്തെ ഒരു കുടിവെള്ള പദ്ധതിയാണ് കൂളാമ്പി സ്വരാജ് മുക്ക് കുടിവെള്ള പദ്ധതി എന്ന നിലയിൽ ഇവിടെ 86ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെടുന്നതാണ്. ഈ വിഷയം ഞങ്ങൾ ഭരണസമിതി വൈസ് പ്രസിഡന്റ് ശ്രീമതി പ്രേമലത ഗൗരവമായി നിലയിൽ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചർച്ച ചെയ്ത് നമ്മൾ ആ പദ്ധതി ഏറ്റെടുക്കുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ നേരിട്ട് ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് വന്നു ചേർന്ന സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡെപ്പോസിറ്റ് പദ്ധതി എന്നുള്ള നിലക്ക് വാട്ടർ അതോറിറ്റിക്ക് ഇത് കൈമാറിയത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ ബാക്കി പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി സാധിച്ചത്. നിരവധിയായിട്ടുള്ള സാങ്കേതികത്വങ്ങൾ ആദ്യഘട്ടത്തിലെല്ലാം ഉയർന്നു വന്നിരുന്നു. അതെല്ലാം ഞങ്ങൾ സന്ദർഭോചിതമായി ഇടപെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാവരും കൂട്ടായി ഇടപെടുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സംവിധാനം എന്ന നിലയിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് അതുപോലെ ഈ പ്രദേശത്തെ നാട്ടുകാർ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും സഹകരണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കാൻ തയ്യാറായി. ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്ക് അത് ഉദ്ഘാടനം ചെയ്യാൻ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. തീർച്ചയായും ഇത് ഈ പ്രദേശത്തെ 86ഓളം കുടുംബങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായി തീരട്ടെ. ഇത്തരത്തിൽ നല്ല ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ നാട്ടുകാർ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.